ജെയിൻ ഓസ്റ്റിൻ്റെ അനശ്വരമായ കഥയാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. ഹൃദയവും ബുദ്ധിയും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഹൃദയസ്പർശിയായ വിവരണമാണിത്. പ്രണയം മാത്രം ജീവിതത്തെ രക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രണയത്തിന് യുക്തിയുടെ വെളിച്ചവും ആവശ്യമാണ്. ഈ കഥയുടെ ഹൃദയത്തിൽ രണ്ട് സഹോദരിമാരുണ്ട്, എലിനർ, മരിയ. ഒരേ വീട്ടിൽ വളർന്നവർ, ഒരേ സ്നേഹം പങ്കിട്ടവർ. പക്ഷെ ലോകത്തെ കാണാൻ അവർ തിരഞ്ഞെടുത്ത വഴികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. എലിനർ ശാന്തയാണ്. ഓരോ തീരുമാനത്തിനു മുമ്പ് ചിന്തിക്കുമ്പോൾ വികാരങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ സന്തോഷത്തിനായി സ്വന്തം വേദന പോലും പുഞ്ചിരിയിലൂടെ മറച്ചു വയ്ക്കുന്ന അവളുടെ ഹൃദയം. അവൾ വിശ്വസിച്ചത് യുക്തിയിലായിരുന്നു, ക്ഷമയിൽ, സ്വയം നിയന്ത്രിക്കുന്നതിൽ, നിശബ്ദമായ കരുത്തിൽ. എന്നാൽ മരിയാൻ അങ്ങനെയായിരുന്നില്ല. അവളുടെ ഹൃദയം ചിന്തിക്കുന്നതിന് മുമ്പ് അവൾ അതിനെ അനുഭവിക്കും. അവൾ സ്നേഹിച്ചാൽ പൂർണ്ണമായിട്ട് സ്നേഹിക്കും. കരഞ്ഞാൽ മുഴുവൻ മനസ്സോടെയും കരയും. സന്തോഷിച്ചാൽ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് പോലെ അവൾ ചിരിക്കും. ജീവിതം മറച്ചു വെക്കാനുള്ളതല്ല, ഹൃദയം തുറന്ന് ജീവിക്കാനാണ്. അവൾ അങ്ങനെയാണ് വിശ്വസിച്ചത്. ആദ്യമൊക്കെ രണ്ടുപേരുടെയും ജീവിത രീതി മനോഹരമായി നമുക്ക് തോന്നും. എന്നാൽ ജീവിതം നമ്മളെ പരീക്ഷിക്കുന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലല്ല, എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലാണ്. ഒരു ദിവസം അവരുടെ കുടുംബത്തിന് വീടും സമ്പത്തും സുരക്ഷിതത്വവും എല്ലാം നഷ്ടമാണ്. അപ്പോഴാണ് അവർ ഒരു കഠിനമായ സത്യം തിരിച്ചറിയുന്നത്. പ്രണയം മാത്രം മതി എന്നൊരു ലോകമല്ല ഇത്. ഇവിടെ സമ്പത്ത്, സാമൂഹിക പദവി, ജീവിത സാഹചര്യങ്ങൾ എല്ലാം പ്രണയത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നുണ്ട്. എലിനർ സ്നേഹിക്കുന്നു, ആഴത്തിൽ, നിശബ്ദമായി. ഒരാൾ പോലും അറിയാതെ അവളുടെ ഹൃദയം പലവട്ടം തകരുന്നു. പക്ഷേ ആ വേദന മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാൻ അവൾ മൗനം തിരഞ്ഞെടുക്കുന്നു. കാരണം എല്ലാ വികാരങ്ങൾക്കും ഉടനെ ശബ്ദം നൽകേണ്ടതില്ലെന്ന് അവൾക്കറിയാം. മരിയാൻ സ്നേഹിക്കുന്നു, ഹൃദയം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്. അവളുടെ ലോകം ഒരൊറ്റ മനുഷ്യനെ ചുറ്റിപ്പറ്റി കറങ്ങാൻ തുടങ്ങുന്നു. ഒരു നിമിഷം, അതാണ് യഥാർത്ഥ പ്രണയമെന്ന് അവൾ വിശ്വസിക്കുന്നു. പക്ഷെ ജീവിതം അവളെ കാത്തിരിക്കുന്നത് മറ്റൊരു പാഠമാണ്. വാഗ്ദാനങ്ങൾ തകരുന്നു, മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു, സത്യങ്ങൾ പുറത്തു വരുന്നു. അവളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി തകർന്നു വീഴുന്നു. അവൾ കരയുന്നത് പ്രണയം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, ഹൃദയം പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു പോയതുകൊണ്ടാണ്. അപ്പോഴാണ് അവൾ ആദ്യമായി തിരിച്ചറിയുന്നത്, ആഴത്തിൽ അനുഭവിക്കുന്ന എല്ലാ വികാരങ്ങളും ശരിയായിക്കണമെന്ന് ഇല്ല. എലിനറിനും വേദനിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ വേദനയ്ക്ക് ശബ്ദമില്ല. അവളുടെ കണ്ണീർ മറ്റാരും കാണുന്നില്ല. കാരണം യഥാർത്ഥ കരുത്ത് എന്നത് ഒരിക്കലും തകരാതിരിക്കുന്നു എന്നതിലല്ല, തകർന്ന ഹൃദയവുമായി പോലും മുന്നോട്ട് നടക്കുമ്പോൾ അതിന് കഴിയുന്നതാണ്. കാലം കടന്നു പോകുമ്പോൾ രണ്ട് സഹോദരിമാരും മാറാൻ തുടങ്ങുന്നു. മരിയാൻ പഠിക്കുന്നു, പ്രണയത്തിന് വെറും വികാരങ്ങൾ മാത്രം പോരെന്ന്. വിശ്വാസവും പക്വതയും പരസ്പര ബഹുമാനവും അതിന് അനിവാര്യമാണെന്ന്. അതേസമയം എലിനർ തിരിച്ചറിയുന്നു, ജീവിതം യുക്തി കൊണ്ട് മാത്രം ജീവിക്കാനാവില്ലെന്ന്. പല വികാരങ്ങൾ പ്രകടിക്കപ്പെടാനും അർഹതയുണ്ടെന്ന്. അവിടെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ജെയിൻ ഓസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നത്, ജീവിതം യുക്തിയെയും വികാരത്തെയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള യാത്രയല്ല, രണ്ടിനെയും കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കലയാണ് ജീവിതം. ഒടുവിൽ രണ്ട് സഹോദരിമാരുടെയും പ്രണയം കണ്ടെത്തുന്നു. പക്ഷേ അവർ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്ന പ്രണയമല്ല ഇത്. കൂടുതൽ ശാന്തമായ, കൂടുതൽ പക്വമായ, കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ പ്രണയം. അതുകൊണ്ടാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. കാരണം ഇത് രണ്ട് സഹോദരിമാരുടെ കഥ മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ജീവിക്കുന്ന രണ്ട് ശബ്ദങ്ങളുടെ കഥയാണ്. ഒന്ന് ഹൃദയത്തിൻ്റെ, മറ്റൊന്ന് ബുദ്ധിയുടെ. ജീവിതം മനോഹരമാക്കുന്നത് രണ്ടും പരസ്പരം കേൾക്കാൻ പഠിക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ വികാരങ്ങളാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ യുക്തിയോ? ഒരുപക്ഷെ യഥാർത്ഥ സന്തോഷം അവയിൽ ഏതെങ്കിലും ഒന്നിലല്ല, രണ്ടിനുമിടയിൽ കണ്ടെത്തുന്ന സമതുലിതമായ അവസ്ഥയിലാണ്.